എന്താണ് പ്രശ്നം? മാത്യു കുഴൽനാടൻ പറയുന്നു തന്റെ എല്ലാ ഡോക്യുമെന്റ്സ് സഹിതം പരസ്യ സംവാദത്തിന് തയ്യാറാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ ആസ്തി വിവരങ്ങൾ സംബന്ധിച്ച് അവരുടെ പണമിടപാടുകൾ സംബന്ധിച്ച് ഒരു സംവാദത്തിന് വരാൻ തയ്യാറുണ്ടോ? ഞാനെന്ത് പറയാൻ? അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കേവലം വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമല്ല. അപ്പോൾ ഇത് പൊതുപ്രവർത്തകരുടെ ജീവിതത്തിൽ സുതാര്യത വേണം. ആ സുതാര്യത സംബന്ധിച്ച ഒരു പൊതു സംവാദത്തിന് ഡിവൈഎഫ്ഐ തയ്യാറാണ്. ഇതൊരുമാതിരി അതർ സൈഡ് പരിപാടി. നിങ്ങളും വേറെ ചില മാധ്യമങ്ങളും അക്കരമാരും ഒക്കെ എന്തൊക്കെ പറഞ്ഞു പിണറായി വിജയന്റെ വീട്, അതൊന്നും അല്ല വിഷയം. ഈ കാര്യത്തിൽ എന്നിട്ട് മറ്റൊരു സംവാദത്തിന് തയ്യാറുണ്ടോ? നേരെയുള്ള ചോദ്യമാണ്. മോനെ ജോമോനെ കം ടു ദ പോയിന്റ്. ഞാനിങ്ങനെ ഞാൻ പറയുമ്പോ നിങ്ങൾ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറുള്ള അങ്ങനെയാണ് നിഷേധം ഇറക്കിയോ അങ്ങനെയൊന്നും പറഞ്ഞു പോലെ പരസ്യ സംവാദത്തിന് തയ്യാറാണ്. ഞാനൊന്ന് പറയട്ടെ നിഷ, നിങ്ങൾ ഒരു ജഡ്ജി ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഒരാളും മാത്യു കുഴൽനാടനോട് ചോദിച്ചില്ലല്ലോ. തലക്കാരിന്ന് മുടിവെട്ട മാത്യു കുഴൽനാടനോട് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ താല്പര്യം നമുക്ക് മനസ്സിലാവും. ഞാൻ പറയട്ടെ കേട്ടോ, എന്ത് പറഞ്ഞു കഴിഞ്ഞു? ഒന്നും പറഞ്ഞില്ല, കള്ളമാണ് പറഞ്ഞത്. ആ കള്ളം പറഞ്ഞത് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇവൻ ശരിക്കും പാമ്പാടാ, അവന്റെ കണ്ടില്ലേ? ഈ വലിയ മിടുക്കനായ വക്കീല് വാദിച്ച കേസുകളൊക്കെ ഒന്ന് പുറത്തുവിട്. ഇത്രയധികം വരുമാനം കിട്ടിയ കേസുകൾ ഏതൊക്കെയാ എന്നൊന്ന് പുറത്തുവിട്. അത്രയ്ക്കൊക്കെ വേണം. ഈ കേരളത്തിനകത്തെ തട്ടിപ്പുകൾ നടത്തി പണം ആർജിച്ചെടുത്താൽ ഞങ്ങളെ സംരക്ഷിക്കാൻ മനോരമയുണ്ടാകും എന്നുള്ള നല്ല ധാരണ ഈ മാത്യുവിനുണ്ട്, ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇവൻ പറഞ്ഞത് വല്ല കാര്യമുണ്ടോ? ഒരക്ഷരം നിങ്ങൾ ചോദിക്കില്ല. ഇവിടെ വി.ഡി. സതീശന്റെ പുനർജനി കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അത്രക്കാരൻ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇഡിക്ക് മുന്നിൽ ഹാജരാവില്ലെന്ന് കെ സുധാകരൻ പറയാ. ഇഡിക്ക് മുന്നിൽ ഹാജരാവാത്ത കെ സുധാകരൻ മോൻസൺ മാവുങ്കലിന്റെ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നിങ്ങൾക്ക് ഇവിടെ കുറെ പുകമറ സൃഷ്ടിക്കണം. എന്നിട്ട് ഇവിടെ പിണറായി വിജയനെ എന്തോ ഒരു ശത്രുവായി പൊതുസമൂഹത്തിൽ വലിയ ഭീകരനായി ചിത്രീകരിക്കണം. അല്ലാതെ ഇവിടെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഈ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഈ തെളിമയാർന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഈ സമൂഹത്തിൽ ഇവിടെ നിങ്ങൾക്ക് അവരെ മോശമായി ചിത്രീകരിക്കണം. അതാ നിങ്ങളുടെ ഉദ്ദേശം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്ന ഒരു കേസ് എന്നുള്ള നിലക്ക് അതിനപ്പുറത്തേക്ക് ഇതെന്താ പറയേണ്ടത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അതല്ലേ നിഷ? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേ പറയാനുള്ളൂ. എന്തിനാണ് ഈ മാത്യുവിന്റെ സംവാദത്തിന് പോകേണ്ട ആവശ്യം? ഈ പറയുന്ന ഡോക്യുമെന്റ് ഒക്കെ ഇവിടെ എല്ലാവരുടെയും കൈകളിലുണ്ട്. മാത്യുവിനെ ബോധ്യപ്പെടുത്തേണ്ടത് മനോരമയായിരിക്കും. ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട് മാത്യു ഇത് വലിയ തരത്തിൽ ക്രമക്കേട് നടത്തിയ പണം ഉണ്ടാക്കിയത് എന്ന്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഡിവൈഎഫ്ഐക്ക് വീണ വിജയന്റെ സ്വത്ത് വിവരം സംബന്ധിച്ച സംവാദത്തിന് ധൈര്യമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃത്യമായി കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ വന്ന ആക്ഷേപത്തിന് വളരെ കൃത്യമായി ഞങ്ങൾ മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞു അതും പോരാ, വീണ്ടും പറയണം. പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് എങ്ങനെയേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ?